എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് വിമാനയാത്രകൾ. വിമാനത്തിനോടുള്ള ഇഷ്ടവും താല്പര്യവും കാരണം പൈലറ്റാകാൻ പഠിക്കുന്ന നിരവധി ആളുകളുണ്ട്. എത്ര അപകടങ്ങൾ നടന്നാലും വിമാനയാത്ര എന്നത് എല്ലാവർക്കും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വിമാനത്തെയും ആകാശത്തെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഗൗതം സന്തോഷ്. അതിനായി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. പക്ഷേ വിധി ആ ഇഷ്ടത്തിലൂടെ തന്നെ ഗൗതമിനെ തട്ടിയെടുത്തിരിക്കുകയാണ്. ഓണത്തിന് അമ്മയ്ക്ക് സർപ്രൈസ് നൽകാനായി നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ ഗൗതമിന്റെ ചേതനയേറ്റ ശരീരമാണ് തിരുവനന്തപുരത്തിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ഗൗതം അമ്മയ്ക്ക് ഓണത്തിന് ഒരു വലിയ സർപ്രൈസ് നൽകണമെന്നായിരുന്നു ആഗ്രഹം. നാട്ടിലെത്തും, ഒപ്പം ആഘോഷങ്ങൾക്കും അമ്മയ്ക്കൊപ്പമുള്ള സമയം ചെലവിടാനും അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അമ്മ കാത്തിരുന്നത് ജീവനുള്ള മകനെയായിരുന്നു. പക്ഷേ എത്തിയത് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം മാത്രമായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ പൂജപ്പുര ചട്ടമ്പിസ്വാമി റോഡിലെ വിദ്യാധിരാജ നഗർ ശ്രീശൈലത്തിൽ ഇന്നലെ ഗൗതമിന്റെ ശരീരം എത്തിച്ചപ്പോൾ അവിടെ മുഴുവൻ ദുഃഖത്തിൽ മുങ്ങി. മകന്റെ മരണവാർത്ത കേട്ട് ഇതിനകം വേദനയിൽ മുങ്ങിയിരുന്ന അമ്മ ശ്രീകലയ്ക്ക് മകന്റെ ശരീരം കണ്ട ആ നിമിഷം സഹിക്കാൻ കഴിഞ്ഞില്ല. വീടിനുള്ളിൽ കരച്ചിൽ നിറഞ്ഞപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ മകൾക്കും ബന്ധുക്കൾക്കും വാക്കുകൾ പോലും കിട്ടിയില്ല. എല്ലാവരും ഒന്നിച്ചുള്ള കരച്ചിലായിരുന്നു പിന്നീടവിടെ കാണാൻ കഴിഞ്ഞത്. കാനഡയിൽ ചെറുവിമാനം തകർന്നുണ്ടായ ഭയാനകമായ അപകടത്തിൽ മരിച്ച ഗൗതം സന്തോഷിന്റെ മൃതദേഹം ഇന്നു പുലർച്ചെ 4 മണിയോടെയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിച്ചത്. വിമാനത്താവളത്തിൽ മകന്റെ ശരീരമടങ്ങിയ പേടകമെത്തിയപ്പോൾ മാതാപിതാക്കളായ KS സന്തോഷ് കുമാറും LK ശ്രീകലയും സഹോദരി ഡോക്ടർ ഗംഗാ സന്തോഷും കണ്ണുനീർ തടയാനാവാതെ വിങ്ങിപ്പൊട്ടി. അവരുടെ മുഖത്തിലെ ദുഃഖം കണ്ടവർ പോലും കണ്ണുനീർ പൊഴിക്കാതെ ഇരിക്കാനായില്ല. ഗൗതം അവസാനമായി നാട്ടിലെത്തിയത് 2023 സെപ്റ്റംബറിലാണ്. സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിരുന്നു ആ യാത്ര. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം തിരികെ പോയെങ്കിലും ഡിസംബറിൽ വീണ്ടും നാട്ടിലെത്തി കുറച്ചു ദിവസം ചെലവഴിച്ചു. പിന്നീട് പുതുവത്സരാഘോഷങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് അദ്ദേഹം വീണ്ടും കാനഡയിലേക്ക് മടങ്ങിയത്. അതിനു മുൻപ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും നാട്ടിലെത്തിയിരുന്നു. സെപ്റ്റംബർ 23 ഗൗതമിന്റെ ജന്മദിനമാണ്. കുടുംബം, സുഹൃത്തുക്കൾ, അയൽക്കാർ എല്ലാം ചേർന്ന് അദ്ദേഹത്തോടൊപ്പം ആഘോഷിക്കാറുണ്ടായിരുന്നു ആ ദിവസം. എന്നാൽ ഇത്തവണ ആ ദിനം ആഘോഷത്തിന് പകരം കണ്ണീരിന്റെയും ഓർമ്മകളുടെയും ദിനമായിരിക്കും. മകന്റെ ഒപ്പം ആ ദിനം ആഘോഷിക്കാനിരുന്നതാണ് ആ അമ്മയും അച്ഛനും സഹോദരിയും. പക്ഷേ ഇനി അവർക്ക് ആഘോഷിക്കാൻ അവനില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാനഡയിൽ വെച്ചാണ് ഗൗതമിന്റെ വിമാനം അപകടത്തിൽപ്പെടുന്നത്. ശനിയാഴ്ച ദിവസമായിരുന്നതിനാൽ അന്ന് ഗൗതത്തിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച ഏകദേശം 12 മണിക്കൂറോളം ജോലി ചെയ്തിരുന്ന ഗൗതം ശനിയാഴ്ച റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ശനിയാഴ്ച റെസ്റ്റ് എടുക്കുന്നതിന് മുൻപ് വെറുതെ വിമാനത്താവളത്തിലേക്ക് കാഴ്ച കാണാൻ എത്തിയതാണ്. അവിടെ എത്തിയപ്പോൾ മനസ്സിൽ നിന്നുണ്ടായ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഗൗതം പറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ മരണം തന്നെ സംഭവിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഗൗതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആകാശത്ത് വെച്ച് തന്നെയായിരുന്നു അവന്റെ മരണവും സംഭവിച്ചത്. 2019 ഗൗതം സന്തോഷ് കാനഡയിലേക്ക് പോയത്. തുടർന്ന് അവിടെ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറും പൈലറ്റുമായി ജോലി ചെയ്തു വരികയായിരുന്നു. 2 മാസം മുൻപാണ് നിലവിൽ ജോലി ചെയ്യുന്ന കമ്പനിയായ കിസിക് ഏരിയൽ സർവേ ഇൻകോർപ്പറേറ്റഡിൽ ചേർന്നത്. ശനിയാഴ്ച വിമാനത്തിൽ കയറുന്നതിന് മുൻപ് വിളിച്ചതാണ് ഗൗതം. ഉച്ചയ്ക്ക് 1:30 മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിലെത്തിച്ച് സംസ്കരിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഇന്ത്യൻ എംബസി, നോർക്ക, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ശശി തരൂർ MP, DCC പ്രസിഡന്റ് N ശക്തൻ തുടങ്ങിയവരുടെ ഇടപെടലിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ന്യൂ ഫൗണ്ട് ലാൻഡിലെ മലയാളി അസോസിയേഷൻ പ്രതിനിധികളും മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായങ്ങൾ ചെയ്തിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.